നമസ്കാരം. റേഡിയോ മുക്കം പ്രാദേശിക വാർത്തകൾ. മുക്കം വലിയ പറമ്പിൽ ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് തെറിച്ചു വീണയാളുടെ തലയിലൂടെ ബസ് കയറി മരണം. കോഴിക്കോട് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. കാറിലുണ്ടായിരുന്നത് 4 അംഗ കുടുംബം. ആർക്കും പരിക്കില്ല. റേഷൻ കടകളിൽ സമയമാറ്റം. ഇനി മുതൽ രാവിലെ 9-ന് തുറക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തം. മുന്നറിയിപ്പ് അവഗണിച്ചതായി അന്വേഷണ റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. മുക്കം വലിയ പറമ്പിൽ ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് തെറിച്ചു വീണയാളുടെ തലയിലൂടെ ബസ് കയറി മരണം. സംസ്ഥാന പാതയിലെ വലിയ പറമ്പിലാണ് കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്ന വലിയ പറമ്പ് സ്വദേശി തെയ്യത്തുംകാവ് ശിവൻ റോഡിലേക്ക് തെറിച്ചു വീണു. ഈ സമയം ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സിൻ്റെ ടയർ ഇദ്ദേഹത്തിൻ്റെ തലയിലൂടെ കയറി ഇറങ്ങിയതാണ് മരണം സംഭവിച്ചത്. ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സിൻ്റെ ടയറാണ് കയറി ഇറങ്ങിയത്. മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ദേശീയപാതയിൽ കോഴിക്കോട് ഹൈലൈറ്റ് മാളിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ഹൈദരാബാദ് സ്വദേശികളായ 4 അംഗ കുടുംബം സഞ്ചരിച്ച ഇലക്ട്രിക് കാറാണ് തീപിടിച്ചത്. ആർക്കും പരിക്കേറ്റിട്ടില്ല. വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. അഗ്നിശമന സേനയെത്തി തീ അണച്ചപ്പോഴേക്കും കാർ പൂർണ്ണമായും കത്തി നശിച്ചു. ഹൈദരാബാദ് സ്വദേശികൾ കാർ കോഴിക്കോട് നിന്ന് വാടകയ്ക്ക് എടുത്തതാണെന്നാണ് വിവരം. പുകയും മണവും വന്നതിനെ തുടർന്ന് ഇവർ പുറത്തിറങ്ങുകയായിരുന്നു. തുടർന്ന് കാറിൽ നിന്ന് തീ ഉയരുകയും പിന്നീട് ആളിക്കത്തുകയും ചെയ്തു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത തടസ്സവും ഉണ്ടായി. സംസ്ഥാനത്ത് റേഷൻ കടകളുടെ പ്രവൃത്തി സമയം 1 മണിക്കൂർ കുറച്ച് പൊതുവിതരണ വകുപ്പ് ഉത്തരവിറക്കി. ഇനി മുതൽ രാവിലെ 8-ന് പകരം 9 മണിക്കായിരിക്കും തുറക്കുക. രാവിലെ 9 മുതൽ 12 വരെയും വൈകിട്ട് 4 മുതൽ 7 വരെയും റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. 3 മാസം മുമ്പ് ഭക്ഷ്യമന്ത്രി GR അനിൽ സമയമാറ്റം സംബന്ധിച്ച് നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി റേഷൻ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. 2023 മാർച്ച് 1-ന് പരിഷ്കരിച്ച സമയക്രമം അനുസരിച്ച് രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 4 മുതൽ 7 വരെയുമായിരുന്നു റേഷൻ കടകൾ പ്രവർത്തിച്ചിരുന്നത്. ഇതാണ് മാറുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് തീപിടുത്ത കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്ത്. കെട്ടിട നിർമ്മാണത്തിൽ ഗുരുതര പിഴവുകളുണ്ടെന്നും തീപിടുത്ത സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് അവഗണിച്ചുവെന്നുമാണ് സബ് കളക്ടർ നേതൃത്വം നൽകിയ അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ. ആദ്യം പുക ഉയർന്ന UPS മുറിയിലെയും 6 നില കെട്ടിടത്തിലെയും സുരക്ഷാ വീഴ്ചകളും ചട്ടലംഘനങ്ങളും എണ്ണിപ്പറയുന്നതിനൊപ്പം പരിഹാര നിർദ്ദേശങ്ങൾ കൂടി അടങ്ങിയതാണ് റിപ്പോർട്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് PMSY ബ്ലോക്കിൽ ഇക്കഴിഞ്ഞ മെയ് 2-നുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് 3 തലങ്ങളിലുള്ള അന്വേഷണങ്ങളാണ് പ്രധാനമായി നടന്നത്. മെഡിക്കൽ കോളേജിൽ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്നും ഏർപ്പെടുത്തുന്ന പ്രതിരോധ സംവിധാനങ്ങൾ കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് രജിസ്റ്ററിൽ രേഖപ്പെടുത്തണമെന്നും കമ്മിറ്റി നിർദ്ദേശിക്കുന്നു. കെട്ടിട നിർമ്മാണത്തിന് ലൈസൻസുകൾ ഉറപ്പുവരുത്തണമെന്നും അനുമതിയില്ലാതെ കെട്ടിടത്തിൽ ഒരു കൂട്ടിച്ചേർക്കലും വരുത്തരുതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇവിടുത്തെ വീഴ്ചകൾ അടിവരയിടുന്നതിനും കൂടുതൽ കണ്ടെത്തലുകളും പരിഹാര നിർദ്ദേശങ്ങളും അടങ്ങിയതാണ് സബ് കളക്ടർ മേൽനോട്ടം വഹിച്ച വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരടങ്ങിയ കമ്മിറ്റിയുടെ 100 പേജോളം വരുന്ന റിപ്പോർട്ട്. റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ.